Hi, good morning, everyone. Today we are going to continue with the last topic. We had done dissimilarity, അല്ലെങ്കിൽ distance of 2 points or 2 data points where the data was binary we had looked at and ordinal. Both these cases we had looked at, and I had told you that we will look at numeric later. Today we are going to do, if you do not remember what we have done in the last class, അത് ചെന്ന് ഒന്നുകൂടെ നോക്കിയിട്ട് വരുന്നതാണ് നല്ലത്. ഇന്ന് നമ്മൾ കുറച്ച് calculations ഒക്കെ ചെയ്യാൻ പോവാ. Okay, so if you do not have a notebook, if you do not have a calculator or a pen with you, you need to pause the video and go and get a pen and a calculator and a book for you to work out the problems. Okay, also if you do not remember what we did in the last class, just you need to pause and go and take a look at how we calculated dissimilarity for binary values. Okay, so this is what we had done. We had first looked at nominal values, code A, code B, code C, code A. Okay, so when we do the comparison, ഇതിന്റെ comparison നമ്മൾ ചെയ്യുമ്പോൾ ഇതൊരു matrix ആയിട്ടാണ് 4 values ആണുള്ളത്. So 4x4 matrix is the dissimilarity matrix, and you can see wherever I and j is the same, I is equal to j, that is 1 1 2 2 3 3 4 4, അവിടെയെല്ലാം dissimilarity 0 ആണ്. Okay, കാരണം അത് സിമിലർ ആയതുകൊണ്ട് dissimilarity 0 ആണ്. ബാക്കി കേസുകൾ wherever it is same, that is ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ 1ഉം 4ഉം കോഡ് എ ആണ്. അതുകൊണ്ട് ഇതിന്റെ 1 and 4 or dissimilarity of 4,1 or 1,4 is 0, കാരണം അത് രണ്ടും കോഡ് എ ആയതുകൊണ്ട്. ബാക്കിയെല്ലാം 1 ആണ്. Okay, ഇതാണ് dissimilarity matrix for nominal attribute. ഇനി ordinal attributeന്റെ ആയിരുന്നെങ്കിൽ നമ്മൾ കണ്ടിജൻസി ടേബിൾ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കിയിരിക്കുന്നത്. ഈ ഓർഡിനൽ ഇൻ്റേത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാൻ പോകുന്നതേ ഉള്ളൂ. ഇത് കണ്ടിജൻസി ടേബിൾ വെച്ചിട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോർ ബൈനറി ആട്രിബ്യൂട്ട്സ് എന്നുള്ളതായിരുന്നു നമ്മൾ പിന്നെ കണ്ടത്. ആൻഡ് ദെൻ വി ഹാഡ് സ്റ്റോപ്പ് ദെയർ. നൗ വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് dissimilarity of numeric data. Okay, now dissimilarity എന്ന് പറയുന്നത് distance metrics ആണ്. So if you remember your coordinate geometry, okay, coordinate geometry യുടെ equations നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ രണ്ട് പോയിന്റ് 2 dimension ഉള്ള രണ്ട് പോയിന്റ് x1 y1 and x2 y2 എന്ന രണ്ട് പോയിന്റ് നമുക്കുണ്ടെങ്കിൽ ആ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് x2 minus x1 the whole square plus y2 minus y1 the whole square ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. ആ ഇക്വേഷൻ ആണ് യുക്ലീഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. യുക്ലീഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് is our normal distance between 2 points which we learned in coordinate geometry. Okay, now ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡേറ്റ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഫീച്ചർ മാത്രമായിരിക്കത്തില്ല ഉള്ളത്. അപ്പോൾ 2 dimensional പോയിന്റ് ആയിരിക്കണം എന്നില്ല, n dimensional പോയിന്റ്സ് കാണും. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ p ഫീച്ചേഴ്സ് ഉള്ള ഒരു ഡേറ്റയെയാണ് സാമ്പിളിനെയാണ് നമ്മൾ എടുക്കുന്നത്, ഡേറ്റ സാമ്പിളിനെയാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇവിടെ നമുക്ക് കാണാം x1 xi1 xi2 എക്സെട്ര sip വരെയുള്ള ഡയമെൻഷൻസ് ഉണ്ട് ഒരു ഡേറ്റ സാമ്പിളിൽ. അതുപോലെ സെക്കൻഡ് ഡേറ്റ സാമ്പിൾ ജെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ j1 j2 jp വരെയുള്ളതുണ്ട്. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസിനെ നമ്മൾ മൈനസ് ചെയ്ത് സ്ക്വയർ ചെയ്ത് സ്ക്വയർ റൂട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൈൻ ഒരു പ്രശ്നമല്ല. മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും സ്ക്വയർ ചെയ്യുമ്പോൾ സൈൻ പോകും. Okay, that's one of the reasons why Euclidean distance is widely used for distance measures. Okay, now Euclidean distance എന്താണെന്ന് പിടികിട്ടിയല്ലോ. ഇനി എന്താണ് Manhattan distance? Manhattan distance is also called city block distance. Okay, ഈ city block distance എന്ന് പറയുന്നത് സ്ക്വയറും കാര്യങ്ങളും ഒന്നും സൈൻ ആണല്ലോ പ്രശ്നം. ഈ സൈൻ പ്രശ്നം കാരണമാണല്ലോ നമ്മൾ സ്ക്വയർ ചെയ്യുകയും സ്ക്വയർ റൂട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അതിന്റെ ആബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിച്ചാലും നമുക്ക് ഈ സൈൻ മാറ്റാനായിട്ട് കഴിയും. സോ സ്ക്വയർ റൂട്ട് ഒന്നും ഇല്ലാതെ absolute value, difference of the absolute values of corresponding features. Okay, so രണ്ട് പോയിന്റ് വിത്ത് p ഫീച്ചേഴ്സ് നമുക്കുണ്ട്, xi യും xj. രണ്ട് ഡേറ്റ സാമ്പിൾസ് ആണ് xi യും xj. xiക്കും p ഫീച്ചേഴ്സ് ഉണ്ട് or attributes ഉണ്ട്, ആൻഡ് xjക്കും p ഫീച്ചേഴ്സ് അല്ലെങ്കിൽ attributes ഉണ്ട്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ്, ദാറ്റ് ഇസ് ഫസ്റ്റ് ആട്രിബ്യൂട്ടിനെ തമ്മിൽ മൈനസ് ചെയ്യുക, xi1 minus xj1
absolute value of xi1 minus xj1 plus absolute value of xi2 minus xj2, etc. Absolute value of xip minus xjp. ഇതിനെല്ലാത്തിനും കൂടെ ആഡ് ചെയ്യുന്നതാണ് മാൻഹാറ്റൻ ഡിസ്റ്റൻസ്. absolute distances നെ ആഡ് ചെയ്ത് പോകും. ഓക്കെ, ബേസിക് ആയിട്ട് യൂക്ലിഡിയൻ ഡിസ്റ്റൻസും മാൻഹാറ്റൻ ഡിസ്റ്റൻസും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി let's look at some of the properties of both Euclidean and Manhattan distance. രണ്ടും നമുക്ക് കാണാം സൈൻ നെഗറ്റീവ് സൈൻ ഉണ്ടാവില്ല. So they are always non-negative values. The distance will always be greater than or equal to 0. അതേപോലെ സെയിം പോയിന്റ് തമ്മിലാണ് നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ, ലൈക്ക് ഏർലിയർ ഐ സെഡ് D11, D22, D33 ഒക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡിസ്റ്റൻസ് 0 ആണ്, ബിക്കോസ് there is no dissimilarity. സെയിം ആണല്ലോ. സോ ഏറ്റവും സിമിലർ സെയിം രണ്ട് ഡേറ്റയ്ക്കല്ലേ കിട്ടത്തുള്ളൂ. സോ ദാറ്റ് ഇസ് 0. അതേപോലെ തന്നെ സിമെട്രി, the distance between I and J and the distance between J and I will be the same, because നമ്മൾ സൈനിനെ എടുത്ത് കളയുന്നതുകൊണ്ടാണ് ആ പ്രശ്നം ആ ഒരു പ്രശ്നം ഇല്ലാത്തത്, സിമെട്രിക് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇനി അടുത്തത് ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി എന്ന് വെച്ചാൽ ഞാൻ ഐയും ജെയുടെയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. 2 പോയിന്റ് ഐയും ജെയുടെയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. ഓക്കെ, ആ ഡിസ്റ്റൻസും ഇപ്പൊ ഈ ഐയുടെയും ജെയുടെയും ഇത്രയും സർക്കംഫറൻസിൽ എവിടെയും ഒരു കെ ഉണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് അവിടുന്ന് ഡി ഐ ടു ഡി കെ പ്ലസ് ഡി കെ ടു ഡി ജെ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഐയും ജെയിലേക്കും ഡയറക്ട്ലി പോകുന്ന വാല്യൂ വിൽ ഓൾവേസ് ബി ഐദർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗോയിങ് ഫ്രം ഐ ടു കെ ആൻഡ് കെ ടു ജി. എന്നുവെച്ചാൽ ഞാൻ ആ സർക്കംഫറൻസ് നോക്കുന്നത് കാരണം ഇപ്പം ഈ ഐയുടെയും ജെയുടെയും സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ് കെയും ഇരിക്കുന്നതെങ്കിൽ ഈക്വൽ ആയിരിക്കും ഡി ഐ ജെ ആൻഡ് ഡി ഐ കെ പ്ലസ് കെ ജെ. എന്നാൽ കെ വേറെ എവിടെയെങ്കിലും മുകളിലോട്ടോ താഴോട്ടോ എവിടെയോട്ടെങ്കിലും നീങ്ങിയാണ് ഇരിക്കുന്നതെങ്കിൽ ഐന്ന് കെയിലേക്ക് പോയിട്ട് പിന്നെ കെയിന്ന് ജെയിലേക്ക് പോകുന്ന ഡിസ്റ്റൻസ് വിൽ ഓൾവേസ് ബി മോർ ദാൻ ദ ഡിസ്റ്റൻസ് ഫ്രം ഐ ടു ജെ ഡയറക്റ്റ്. അതിനെയാണ് ട്രയാങ്കുലർ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഡി ഐ ഓഫ് ജെ വിൽ ഓൾവേസ് ബി ലെസ് ദാൻ or equal to di of k plus dk of j. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നേരെ 2 പോയിന്റിന്റെ നേരെ കണക്ട് ചെയ്യുന്ന ലൈൻ ആയിരിക്കും എപ്പോഴും ഏറ്റവും കുറവ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ വേറെ എവിടെയെങ്കിലും ഡീവിയേഷൻസ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതലാവാനാണ് ചാൻസ് ഉള്ളത്. അതേ ബേസ് ചെയ്തിട്ടാണ് ഈ ഇക്വേഷൻ ട്രയാങ്കുലർ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. So what are the properties of Euclidean and Manhattan distance? One, the distance will be non-negative. Identity of indiscernibles is there. That is dii will always be equal to 0. Symmetry is there. Dij will be equal to dji. And triangle inequality, dij is always less than or equal to dik plus dkj. Okay. Now take out your notebook, take out your pen, take out your calculator and calculate the Euclidean distance and the Manhattan distance between x1, which is 1,2, and x2, which is equal to 3,5. Okay, calculate the equation. ഇതാണ് ഇക്വേഷൻ. ഇവിടെ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഇക്വേഷൻ യൂസ് ചെയ്ത് അത് കാൽക്കുലേറ്റ് ചെയ്യാം. Okay, assuming that you have done the calculation, if your calculation is correct, the Euclidean distance between 1, 2, that is x1 and x2 is equal to 3.606 and the Manhattan distance is equal to 5. Okay, so let's move on. അടുത്തത് മിൻകൗസ്കി ഡിസ്റ്റൻസ്. ഇത് മൂന്നും ഒന്നിച്ച് പറയാൻ ഒരു കാരണമുണ്ട്. ഇത് മൂന്നും റിലേറ്റഡ് ആണ്. ഓക്കെ, യുക്ലിഡിയൻ ഡിസ്റ്റൻസ്, Manhattan distance and Minkowski distance. Okay, now Minkowski distance എന്ന് പറയുന്നത് യുക്ലിഡിയൻ ഡിസ്റ്റൻസിന്റെയും മാൻഹാറ്റൻ ഡിസ്റ്റൻസിന്റെയും ജനറലൈസ്ഡ് ഇക്വേഷൻ ആണ് Minkowski distance. It is also called LH norm. LH norm. Okay, ഈ Minkowski ഡിസ്റ്റൻസിനെ തന്നെ LH norm എന്നും പറയാം. Okay, now let's look over here. The distance di comma j is equal to h root of absolute value of xi1 minus xj1 raised to h plus
xi2 minus xj2 raised to h plus etc. xip minus xjp raised to h. Okay, ഇതാണ് ജനറൽ ഇക്വേഷൻ. ഇനി ഈ എച്ചിന്റെ സ്ഥാനത്ത് ഞാൻ 1 ആണ് ഇടുന്നതെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ദ മിൻകൗസ്കി ഡിസ്റ്റൻസ്? 1 ആണ് ഇടുന്നതെങ്കിൽ ഈ റൂട്ടില്ല. 1 റൂട്ട് എന്ന് പറയുന്നത് നമുക്കൊരു റൂട്ട് ഇല്ലല്ലോ, അപ്പൊ റൂട്ടില്ല. അതുപോലെ അബ്സല്യൂട്ട് വാല്യൂയുടെ എച്ചും 1 ആണെങ്കിൽ ആ എച്ചും ഇല്ല. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഈ if h is equal to 1, then Minkowski distance is the same as Manhattan distance. So L1 norm എന്ന് പറയുന്നത് Manhattan distance ആണ്. ഇനി എച്ചിന്റെ സ്ഥാനത്ത് 2 ഇട്ട് നോക്കിക്കേ. സ്ക്വയർ റൂട്ട് ഓഫ്, ഇവിടെ എച്ച് എന്ന് പറയുന്നത് 2 എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് absolute value of x i1 minus xj1 raised to 2 square. Okay, അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? It becomes the same as Euclidean distance. So L2 norm എന്ന് പറയുന്നത് Euclidean distance ആണ്. Okay, അങ്ങനെ 3 ഇടുവാണെന്നുണ്ടെങ്കിൽ it becomes L3 norm. 4 ഇടുവാണെന്നുണ്ടെങ്കിൽ എച്ചിന്റെ സ്ഥാനത്ത് 4 ഇടുവാണെങ്കിൽ it becomes L4 norm. അങ്ങനെയാണ് മിൻകൗസ്കി ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Okay, it's just a generalized form of Euclidean and Manhattan distance. Okay, ini let's look at supremum distance. Okay, now supremum distance inde mattu പേരുകളാണ്. just like മിൻകൗസ്കി ഡിസ്റ്റൻസിന് പകരം നമുക്ക് LH norm എന്നും പേരുള്ളത് പോലെ തന്നെ Manhattan ഡിസ്റ്റൻസിന് പകരം നമുക്ക് L1 norm എന്ന പേരുള്ളത് പോലെ തന്നെ യുക്ലീഡിയൻ ഡിസ്റ്റൻസിന് പകരം L2 norm എന്ന പേരുള്ളത് പോലെ തന്നെ സുപ്രീമം ഡിസ്റ്റൻസിന് കുറെ പേരുകളുണ്ട്. ഓക്കെ, L max എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സുപ്രീമം ഡിസ്റ്റൻസ്. L infinity norm എന്ന് പറഞ്ഞാലും ഇറ്റ് ഇസ് സുപ്രീമം ഡിസ്റ്റൻസ്. യൂണിഫോം നോം എന്ന് പറഞ്ഞാലും സുപ്രീമം ഡിസ്റ്റൻസ് ആണ്. ഷെബിഷെവ് നോം, ഷെബിഷെവ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാലും സുപ്രീമം ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇതിൽ ഏത് പേര് ഉപയോഗിച്ചാലും ഇറ്റ് ഇസ് ദ സെയിം തിങ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഡു. ഇത് വളരെ സിമ്പിൾ ആണ്. ഈ എക്സാമ്പിൾ ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് ഈ ഫോർമുലയിലേക്ക് നോക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ x1 was equal to 1,2 and x2 was equal to 3,5. അതിന്റെ യുക്ലീഡിയൻ ഡിസ്റ്റൻസ് 3.6ഉം മാൻഹാട്ടൻ ഡിസ്റ്റൻസ് 5ഉമാണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടെത്തിയായിരുന്നു. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് ഓവർ ഹിയർ വാട്ട് ഇസ് സുപ്രീമം ഡിസ്റ്റൻസ്. ഈ ഫസ്റ്റ് ഫീച്ചേഴ്സിനെ മൈനസ് ചെയ്യുക. അപ്പൊ 3 minus 1 2 ആയിരിക്കും. ദാറ്റ് ഇസ് ദിസ് ഡിസ്റ്റൻസ് ഇസ് 2 ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഇസ് 5 minus 2 which is equal to 3. ഈ ഡിസ്റ്റൻസിലെ ഏറ്റവും വലുത് ഏതാണ്? 3 അല്ലേ? അതിനെയാണ് സുപ്രീമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. Okay, so since we have over here only 2 dimensions, നമുക്ക് ഈ കറസ്പോണ്ടിങ് വാല്യൂസിനെ മൈനസ് ചെയ്ത് അതിന്റെ മാക്സിമം എടുത്താൽ മതി. അതിനെ p dimensions ഉണ്ടെങ്കിൽ, p attributes ഉണ്ടെങ്കിൽ, this is the equation. Okay, limit where h is equal to infinity and for all the attributes from 1 to p, find out the absolute value of xif minus xjf raised to h 1 by h. Okay, so ഇതിനെ 1 by h ചെയ്ത് ലിമിറ്റ് കണ്ടുപിടിക്കുന്നു. Okay, so E equation, which is the same as finding the maximum of each of the absolute values for all the p attributes. Okay, so E equation ആണ് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പം, കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ലിമിറ്റ് ഇൻഫിനിറ്റി ഒക്കെ ചെയ്യാനായിട്ട് പാടാണ്. അതുകൊണ്ട് നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓരോ ആട്രിബ്യൂട്ടിന്റെയും ആബ്സല്യൂട്ട് വാല്യൂ മൈനസ് ചെയ്ത് ആബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിലേതാണോ മാക്സിമം അതാണ് സുപ്രീമം distance. Okay, and this is called the Chebyshev distance, L max, L infinity norm or uniform norm. Okay, what is weighted Euclidean distance? വളരെ സിമ്പിൾ ആണ്. ചില കേസുകളിൽ നമ്മൾ ആട്രിബ്യൂട്ട്സ് നോക്കുവാണെങ്കിൽ ചില ആട്രിബ്യൂട്ട്സിന് കൂടുതൽ വാല്യൂ, ചില ആട്രിബ്യൂട്ട്സിന് കുറവ് വാല്യൂ ആയിരിക്കും ഉള്ളത്. It contributes, but it contributes less to the classification അല്ലെങ്കിൽ to whatever we are doing. ഓക്കെ, നമ്മൾ പ്രഡിക്ഷൻ ചെയ്യുന്നെങ്കിൽ പ്രഡിക്ഷനിലേക്ക് കുറവാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ കേസുകളിൽ നമുക്കൊരു വെയിറ്റ്, ഓരോ ആട്രിബ്യൂട്ടിനും വെയിറ്റ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ വി ആർ ട്രൈങ് ടു പ്രെഡിക്ട് വെദർ ഐ ആം പ്രോൺ ടു COVID-19.
ഓക്കെ, അപ്പൊ എന്റെ കുറെ ടെസ്റ്റുകൾ ചെയ്തു. ഈ ടെസ്റ്റുകളൊക്കെ ചെയ്ത് പ്രഷർ നോക്കി, ഷുഗർ നോക്കി, കൊളസ്ട്രോൾ നോക്കി, അങ്ങനെ ന്യൂമോണിയ ഉണ്ടോ, കഫക്കെട്ടുണ്ടോ, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ആട്രിബ്യൂട്ട്സ് ആയിട്ട് എടുത്തു. യെസ് നോ ആട്രിബ്യൂട്ട്സ്. എന്നിട്ട് ഈ COVID-19 നമ്മൾ കൂടുതൽ പ്രോൺ ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ന്യൂമോണിയ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർ പ്രോൺ ആണ്. അങ്ങനെ അങ്ങനെ ചില ആട്രിബ്യൂട്ട്സ്. എന്നാൽ എനിക്ക് പ്രഷർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രോൺ ആകണം എന്ന് ഇല്ല. ഓക്കെ, സോ ഓരോന്നിനും ഓരോ ആട്രിബ്യൂട്ടിനും വേറെ വേറെ വെയിറ്റ് കൊടുക്കും. In that case we can use weighted Euclidean distance to find the distance measure. ഓക്കെ, അതിന് ഇത്രയേ ഉള്ളൂ. ഓരോ ആട്രിബ്യൂട്ടിന്റെ കൂടെ W1 W2 P ആട്രിബ്യൂട്ട്സ് ഉള്ളതെങ്കിൽ WP വരെയുള്ള വെയിറ്റ്സ് നമുക്കുണ്ടാവും ഫോർ ദി ആട്രിബ്യൂട്ട്സ്. അത്രേ ഉള്ളൂ. എന്നിട്ട് ആ ഓരോ ആട്രിബ്യൂട്ടിന്റെ വെയിറ്റും കൂടെ ഈ ഓരോ ആബ്സല്യൂട്ട് വാല്യൂയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഡിസ്റ്റൻസ് കണ്ടെത്താനായിട്ട്. ദാറ്റ്സ് ഓൾ ദാറ്റ് ദർ ഇസ് ടു weighted Euclidean distance. Okay, now proximity measures for, നമ്മളിപ്പോ എന്തൊക്കെ കണ്ടു? ബൈനറി ഡേറ്റയുടെ ഇത് കണ്ടു, ന്യൂമറിക് ഡേറ്റയുടെ ഇത് കണ്ടു, എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്. ഇനി നമുക്കുള്ളത് ഓർഡിനൽ ഡേറ്റയാണ്. ഹൗ ഇസ് നോമിനൽ ആൻഡ് ഓർഡിനൽ ഡേറ്റ ഡിഫറെന്റ്? നോമിനൽ ഡേറ്റ എന്ന് പറയുന്നത് കാറ്റഗോറിക് വാല്യൂസ് ആണ്, ദാറ്റ് ഇസ് കാറ്റഗറീസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് പ്രത്യേകിച്ച് ഓർഡർ ഇല്ല. എന്നാൽ ഓർഡിനൽസിന് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിലും അതിന് ഓർഡർ ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ഈ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ കോഡ് എ, കോഡ് ബി, കോഡ് സി, കോഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാറ്റഗറി ഉണ്ട്. 3 കാറ്റഗറി ആണുള്ളത്, എയും ബിയും സിയും. പക്ഷെ അതിന് പ്രത്യേകിച്ച് ഒരെണ്ണം ബിഗർ ദാൻ ദി അതർ ഓർ ഒരു പർട്ടിക്കുലർ ഓർഡറിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അത് നോമിനൽ. എന്നാൽ ടെസ്റ്റ് 2 ഈ ഡേറ്റ നമ്മൾ നോക്കുവാണെങ്കിൽ എക്സലന്റ്, ഫെയർ, ഗുഡ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഫെയർ എന്ന് പറയുന്ന ഏറ്റവും ലോ, എക്സലന്റ് എന്ന് പറയുന്ന ഏറ്റവും ഹൈയും ആണ്. സോ ഈവൻ ദോ ദർ ആർ 3 categories, just like test 1ന്റെ ഡേറ്റ, it is possible to put it in an order. So it is called ordinal data. So ഇവിടെ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഓർഡിനൽ ഡേറ്റയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്, ഡിസിമിലാരിറ്റി മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. Okay, so let's look over here. Let M represent the number of possible states that an ordinal attribute can have. ഈ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് എത്ര പോസിബിൾ കാറ്റഗറീസ് ആണ്? ഫെയറും, ഗുഡും, എക്സലന്റും, 3. സോ നമ്മുടെ M എന്ന് പറയുന്നത് എത്രയാ? 3. ഓക്കെ, നൗ റാങ്ക് ഫോർ ദി ആട്രിബ്യൂട്ട് ഇസ് ഓരോന്നിനും ലോവസ്റ്റ് തൊട്ട് ഹയസ്റ്റ് വരെ 1, 2, 3 എന്നായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. സോ ഈ എക്സാമ്പിളിൽ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഫെയർ ആണ് ഏറ്റവും ലോവസ്റ്റ്. സോ അതിന് 1 എന്ന് കൊടുത്തു, ഗുഡിന് 2 എന്ന് കൊടുത്തു, എക്സലന്റിന് 3 എന്ന് കൊടുത്തു. ഓക്കെ, നൗ അങ്ങനെ റാങ്ക്സ് കൊടുത്തു. ഡിസിമിലാരിറ്റി ഇനി കമ്പ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓരോ റീപ്ലേസ് XIF ബൈ ഇറ്റ്സ് റാങ്ക്. അപ്പൊ ഇവിടെ എന്തോ നമ്മൾ ചെയ്യുന്നത്? ഇവിടെ എക്സലന്റിനെ 3 ഇട്ടു, ഫെയറിന് 1 ഇട്ടു, ഗുഡിന് 2 ഇട്ടു, എക്സലന്റിന് 3 ഇട്ടു. അങ്ങനെ ഈ വാല്യൂസിനെ മാറ്റിയിട്ട് വി ഹാവ് ഗോട്ട് 3, 1, 2, 3 എന്ന് പറയുന്ന വാല്യൂസ് ആണ് ഇനി നമുക്ക് ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാപ്പ് ദ റേഞ്ച് ഓഫ് ഈച്ച് ആട്രിബ്യൂട്ട് ഓൺ ടു 0, 1. ഇപ്പൊ 1, 2, 3 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന വാല്യൂസിനെ ഞാൻ മാപ്പ് ചെയ്ത് 0 to 1ന്റെ ഇടയിലുള്ള വാല്യൂസ് ആക്കി മാറ്റണം. അതിന്റെ ഫോർമുലയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ZIF is equal to RIF minus 1 divided by MF minus 1. ഓക്കെ, അപ്പം ഫെയർ 1 ആണല്ലോ, 1 minus 1 divided by 3 minus 1. MF എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ തീരുമാനിച്ചു 3 ആണ്. So 3 minus 1. So it is 0 by 2. So that is equal to 0. Okay. So normalize ചെയ്യുമ്പം 1നെ മാപ്പ് ചെയ്തിരിക്കുന്നത് 0.0യിലേക്കാണ്. ഓക്കെ, ഇനി ഗുഡ് എന്ന് പറയുന്നത് RIF വാല്യൂ is 2. So 2 minus 1 എത്രയാ? 1 divided by 3 minus 1 which is 2. So 1 by 2 that is equal to 0.5. So 2നെ മാപ്പ് ചെയ്തിരിക്കുന്നത് 0.5യിലേക്കാണ്. ഓക്കെ, ഇനി എക്സലന്റ് എന്ന് പറയുന്നത് 3 ആണ്. സോ 3 minus 1 divided by 3 minus 1 എന്ന് പറയുന്നത് 2 by 2 ആണ്, which is equal to 1. So the value of excellent or 3 is mapped to 1. Okay, so നമുക്ക് ഇപ്പൊ ഈ വാല്യൂസ് ഉണ്ട്. ഏതാ? excellent is 1,
that is ipo 3 എന്നുള്ളത് 1 ആക്കി മാറ്റിയേ. സോ ഇവിടെ 1, ഇവിടെ 0, ഇവിടെ 0.5, ഇവിടെ 1. ഇനി ആ വാല്യൂസ് യൂസ് ചെയ്ത് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. 1 1ന്റേത് നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1 1 2 2 3 3 4 4 സെയിം ആയതുകൊണ്ട് 0 ആണ്. ഓക്കെ, യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 and 1, യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 and 1 എന്തായിരിക്കും? 2 and 1 എന്ന് പറയുമ്പം the absolute value of this was 1 and this was 0. So 1 minus 0 the whole square, that is 1 square തന്നെയാണ്. എന്നിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് which is equal to 1. ഓക്കെ, അതുപോലെ ഗുഡും എക്സലന്റും കൂടെ ഞാൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് 0.5 and 1. So 1 minus 0.5 the whole square, 1 minus 0.5 is 0.5. 0.5 in the whole square എത്രയാ? അത് നോക്കണ്ട, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. സ്ക്വയർ റൂട്ട് ഓഫ് 0.5 the whole square ആണല്ലോ. So the answer is 0.5. Okay, ഇനി എക്സലന്റും it will be same value ആയത് കാരണം 1 minus 1 എന്ന് പറയുമ്പോൾ 0 ആയി, 0 സ്ക്വയർ എന്ന് പറയുമ്പോൾ 0. അങ്ങനെ എല്ലാ വാല്യൂസിന്റെയും ഈ മാപ്പ് ചെയ്തിരിക്കുന്ന 0.5 1 വെച്ചിട്ട് 1 കൊണ്ട് 1 2 1 3 1 4 കാൽക്കുലേറ്റ് ചെയ്തു. ഇനി 2 1 കാൽക്കുലേറ്റ് ചെയ്യണ്ട, 1 2 ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത സ്ഥിതിക്ക് ഇനി 2 3 2 4 കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് 3 4 calculate. Now you can pause the video and complete the calculations and check whether you have got this matrix. ഈ മെട്രിക്സ് ആണോ നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ബാക്കി ക്ലാസ് ലിസൺ ചെയ്യുക. Okay, now we have done how to calculate for ordinal, nominal and numeric values, also binomial. Okay, so എല്ലാ ടൈപ്പ് ഓഫ് ഡേറ്റയുടെയും ആട്രിബ്യൂട്ട്സിന്റെയും ഡിസിമിലാരിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ഒരു ഡേറ്റ സെറ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഡേറ്റ സെറ്റിന്റെ എല്ലാ ഫീച്ചേഴ്സിനും സെയിം ആട്രിബ്യൂട്ട് ടൈപ്സ് ആയിരിക്കില്ല ഉള്ളത്. ഓക്കെ, മിക്സ്ഡ് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇതാണ് ഒരു ഡേറ്റ സാമ്പിൾ എന്ന് പറയുന്നത്. ഒബ്ജക്ട് ഐഡന്റിഫയർ 1, അതിലെ ആട്രിബ്യൂട്ട്സ് ആണ് ഈ 3 എണ്ണം. ടെസ്റ്റ് 1 ടെസ്റ്റ് 2 ടെസ്റ്റ് 3, ഒരെണ്ണം നോമിലും ഒരെണ്ണം ഓർഡിനലും ഒരെണ്ണം ന്യൂമറിക്കും. അപ്പൊ ശരിക്കും ഓബ്ജക്ട് 1ഉം ഓബ്ജക്ട് 2ഉം തമ്മിൽ ഞാൻ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആട്രിബ്യൂട്ട് വൈസ് കമ്പാരിസൺ വേണമെങ്കിൽ എനിക്ക് ചെയ്യാം. ആട്രിബ്യൂട്ട് വൈസ് അനാലിസിസ് ചെയ്തിട്ട് അതിനെ കമ്പൈൻ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസൾട്ടും മറ്റേ റിസൾട്ടും കൂടെ ചേരണമെന്നില്ല, കമ്പാറ്റബിൾ ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് അത് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന മെത്തേഡ് അപ്രോച്ച് 2 ആണ്. അവിടെ എല്ലാ ആട്രിബ്യൂട്ട്സിന്റെയും ഒന്നിച്ച് അനാലിസിസ് ചെയ്യുന്നു. ഡിസിമിലാരിറ്റി സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അനാലിസിസ് ചെയ്യുന്നത് ഒറ്റ ഡിസിമിലാരിറ്റി മെട്രിക്സ് ഒരു ഒബ്ജക്റ്റിന് ക്രിയേറ്റ് ചെയ്യാം. അതിന് ചെയ്യാൻ പറ്റുന്നത് എല്ലാ വാല്യൂസ്, ഇതിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കോഡ് ABC എന്ന് പറയുന്നത് ആർ ഇൻ സ്ട്രിംഗ് ഫോം ഓർ കാറ്റഗോറിക് ഫോം. എക്സലന്റ്, ഫെയർ, ഗുഡ്, എക്സലന്റും കാറ്റഗോറിക് ഫോമില്ല, ന്യൂമറിക് വാല്യൂ നമ്പേഴ്സില്ല. ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്പാരിസൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഓരോന്നിനെയും നമ്മൾ മാപ്പ് ചെയ്ത് 0 to 1 വാല്യൂസിലേക്ക് നമ്മൾ മാപ്പ് ചെയ്യണം. എന്നിട്ടായിരിക്കണം അനാലിസിസ് ചെയ്യുന്നത്. വി ആർ ഗോയിങ് ടു ഡു എക്സാമ്പിൾസ് so you can understand better. Okay, so രണ്ട് മെത്തേഡ് ആണ് മിക്സ്ഡ് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന. ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് അനാലിസിസ് ചെയ്തിട്ട് അതിനെ ഏതെങ്കിലും രീതിയിൽ കമ്പയർ ചെയ്യാനായിട്ട്, ക്ലബ് ചെയ്യാനായിട്ട് നോക്കാം. ദാറ്റ് കനോട്ട് ഓൾവേസ് ഡസ് നോട്ട് ഗിവ് ഗുഡ് റിസൾട്ട്സ്. അതിന് നമ്മൾ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്തിട്ട് ആദ്യം അതിനെ മാപ്പ് ചെയ്യും 0 to 1 റേഞ്ചിലേക്ക്. എന്നിട്ട് ആ 0 to 1 റേഞ്ച് കിട്ടിയിരിക്കുന്നതിൽ നിന്നും ഒറ്റ ഡിസിമിലാരിറ്റി മെട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കും. Okay, let's see how that is done. Okay, suppose the data set contains p attributes of mixed types. Okay, അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര ആട്രിബ്യൂട്ട് ആ? 3 ആട്രിബ്യൂട്ട്. p എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ എക്സാമ്പിളിൽ 3 വാല്യൂസ് ആട്രിബ്യൂട്ട്സ് ആണ് ഉള്ളത്. ഓക്കെ, സോ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഡെൽറ്റ ij, ഈ ഡെൽറ്റ ij എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗിവ് മി എ മൊമെന്റ്. ദ ഫോർമുല ഈസ് സം ഓഫ് 1 to p. അപ്പൊ എല്ലാത്തിന്റെയും കൂടെ സം എടുക്കണം. Find out delta ij into dij for each. F എന്ന് പറയുന്നത് ഓരോ ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, ഓരോ ആട്രിബ്യൂട്ടിന്റെ ഡെൽറ്റ ij into dj divided by delta ij of that attribute, sum of the delta ijs of that attribute.
ഓക്കെ, ഇനി ഈ ഡെൽറ്റ ഐ ജെ എന്ന് പറയുന്നത് എന്താ? ഓരോ ആട്രിബ്യൂട്ടിന് ഒരു ഡെൽറ്റ ഐ ജെ ആയിരിക്കും നമുക്ക് ഉള്ളത്. ഓക്കെ, ഐയും ജെയും, ദാറ്റ് മീൻസ് ഐയും ജെയും എന്ന് വെച്ച് 1 2 3 4 ഉണ്ട്. ഓക്കെ, സോ എപ്പോഴും നമ്മൾ രണ്ട് വാല്യൂ വെച്ചു 1ഉം 2ഉം ആണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ ആ 1ഉം 2ന്റെയും വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഡെൽറ്റ ഐ ജെയുടെ വാല്യൂ 0 ആണോ, ഡെൽറ്റ ഐ ജെയുടെ വാല്യൂ 1 ആണ്. ഓക്കെ, സോ ഇവിടെ ഡെൽറ്റ ഐ ജെ 0 ആകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഐ ആ പർട്ടിക്കുലർ ഫീച്ചറിന്റെ ഐ വാല്യൂ മിസ്സിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ ജെ വാല്യൂ മിസ്സിംഗ് ആയിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ഐയും ജെയും ഈക്വൽ ആയിരിക്കും. ആ കേസുകളിൽ മാത്രമേ ഡെൽറ്റ ഐ ജെ 0 ആയിരിക്കത്തുള്ളൂ. ബാക്കി എല്ലാ കേസുകളിലും ഡെൽറ്റ ഐ ജെ 1 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഈ ഒരു ടേബിൾ ഒന്ന് നോക്കാം. ആദ്യത്തെ ഈ നോമിനൽ കേസ് നോക്കാം. ഓക്കെ, 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഡെൽറ്റ ഐ ജെ മിസ്സിംഗ് വാല്യൂ ഇല്ല, രണ്ട് സെയിമും അല്ല, അപ്പോൾ ഡെൽറ്റ ഐ ജെ 1 ആണ്. 1ഉം 3ഉം കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ കോഡ് സെയിം, അവിടെയും ഡെൽറ്റ ഐ ജെ 1 ആണ്. എന്നാൽ കോഡ് 1ഉം 4ഉം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഡെൽറ്റ 1 4 ഫോർ ദിസ് പർട്ടിക്കുലർ ആട്രിബ്യൂട്ട് വിൽ ബി 0. കാരണം എന്താ? മിസ്സിംഗ് വാല്യൂ ഇല്ലെങ്കിലും ഇത് രണ്ടും സെയിം ആണ്. x1ഉം x4ഉം ഫോർ ദ ടെസ്റ്റ് 1 ആട്രിബ്യൂട്ട് ഇസ് ദ സെയിം. സോ ഇവിടെ ഡെൽറ്റ ഈ കേസിൽ 1 4ന്റെ കേസിൽ ഡെൽറ്റ ഐ ജെ വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ഈ രീതിയിൽ ഓരോ കോമ്പിനേഷന്റെയും ഡെൽറ്റ വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് വളരെ സിമ്പിൾ ആണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. ഇനി ഡെൽറ്റ ഐയും ജെയും കിട്ടിയല്ലോ. ഇനി ഈ ഡി ഐ ജെ എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഡി ഐ ജെ നോമിനൽ വാല്യൂസിന്റെ കേസിലും ഓർഡിനൽ വാല്യൂസിന്റെ കേസിലും നേരത്തെ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തത് ഓർക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ഓർഡിനൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത്. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡി ഐ ജെ ഫോർ ഓർഡിനൽ വാല്യൂ. ഓക്കെ, അതേപോലെ തന്നെ നോമിനൽ വാല്യൂവിന്റെ കേസിൽ നമ്മൾ കോഡ് എ നമ്മൾ ആദ്യം ചെയ്തായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതാണ് the dij of the nominal attribute. ഇനി ന്യൂമറിക് ആട്രിബ്യൂട്ടിന് ഒരു ചെറിയ വ്യത്യാസം ഉണ്ട്. യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് വെച്ചിട്ട് മാത്രം ഡിസ്റ്റൻസ് കണ്ടെത്തുവല്ല നമ്മൾ ചെയ്യുന്നത്. വി വോണ്ട് ടു മാപ്പ് ഫ്രം 0 to 1. അതുകൊണ്ട് ചെറിയ ഒരു വേരിയേഷൻ ഉണ്ട്. ഈ രീതിയിലാണ് നമ്മൾ dij ഓഫ് ന്യൂമറിക് വാല്യൂസ് കണ്ടെത്തുന്നത്. Okay, absolute value of xi minus xj of the numeric value divided by the maximum value of the numeric value minus the minimum value of the numeric value. Okay, so ഇങ്ങനെയാണ് dij of the numeric value കണ്ടെത്തുന്നത്. അപ്പൊ നമുക്ക് ഇനി ചെയ്യാം. ഓക്കെ, നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് മിക്സ്ഡ് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉള്ള ഈ ഓബ്ജക്ട്സിന്റെ 1 2 3 4 ഓബ്ജക്ട് ഐഡന്റിഫയേഴ്സ് ഉള്ള ഈ 4 ഓബ്ജക്റ്റിന്റെയും മിക്സ്ഡ് ആട്രിബ്യൂട്ട്സ് ഉള്ള ഈ ഡേറ്റ സാമ്പിളുകളുടെ ഡിസിമിലാരിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കണം. അതിന് ഓൾറെഡി പറഞ്ഞു, ആദ്യം നമുക്ക് ഇൻഡിവിജ്വൽ ആട്രിബ്യൂട്ട്സിന്റെ ഡിസിമിലാരിറ്റി മെട്രിക്സ് വിത്ത് ഡിസിമിലാരിറ്റി ഇൻ ദ റേഞ്ച് ഓഫ് 0 to 1 ഫസ്റ്റ് കണ്ടുപിടിക്കും. അതിൽ നോമിനൽ എങ്ങനെയാ കണ്ടുപിടിക്കുന്നതിനും ഓർഡിനൽ എങ്ങനെയാ കണ്ടുപിടിക്കുന്നതിനും നേരത്തെ നമ്മൾ കണ്ടു. അത് ഓൾറെഡി നമ്മൾ ആ സെറ്റ് വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ തന്നെ 0 to 1 റേഞ്ചിലാണ്. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് റൂൾസ് ഒന്നും മാറുന്നില്ല. എന്നാൽ ന്യൂമറിക് ആട്രിബ്യൂട്ട്സിന് നമ്മൾ യൂക്ലിഡിയൻ മെട്രിക്സും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടെത്തിയപ്പോൾ വാല്യൂസ് 0 to 1 അല്ലായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു ചെറിയ വ്യത്യാസമുണ്ട്. സോ യൂസിങ് ദിസ് ഇക്വേഷൻ, ഈ പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഡിസ്റ്റൻസ് മെട്രിക്സ് ഓഫ് ന്യൂമറിക് വാല്യൂസ് കണ്ടെത്താനായിട്ട് പോവാം. ഓക്കെ, സോ ലുക്ക് ഓവർ ഹിയർ. ടെസ്റ്റ് 3യുടെ ആദ്യം ഡെൽറ്റ ഐ ജെ എല്ലാത്തിന്റെയും കണ്ടെത്താം. ഓക്കെ, ഇതിന്റെ അകത്ത് മിസ്സിംഗ് വാല്യൂസ് ഏതേലും ഉണ്ടോ? ഒരു വാല്യൂ മിസ്സിംഗ് ഇല്ല. ഏതേലും വാല്യൂസ് ഈക്വൽ ആണോ? അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡെൽറ്റ 11 ഡെൽറ്റ 12 ഡെൽറ്റ 13 ഡെൽറ്റ 14 എല്ലാം ഈക്വൽ ടു 1 ആണ്. ഓക്കെ, സോ ഓൾ ഡെൽറ്റ ഐ ജെ വാല്യൂസ് ആർ 1. അതവിടെ കഴിയും. ഇനി നമ്മൾ ഓരോന്നിന്റെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ദ ഫോർമുല ഇസ് 1 2 ആണ് നമ്മൾ, അല്ലെങ്കിൽ 2 1 ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ x2 minus x1 absolute value divided by
maximum value, maximum value is 64 and minimum value is 22. So 64 minus 22, which is equal to 42. Okay, so D2 1, distance of 2 comma 1. 2 comma 1 എന്ന് പറയുന്നത് 45 22 ആണ്. So absolute value of 45 minus 22 divided by 42. Okay, calculate ചെയ്യുമ്പോൾ it is 0.55. അടുത്തത് 3 1, that is 45, my absolute value of 45 minus 64 divided by 42. Okay, so other 0.45 ആണ്. അടുത്തത് is absolute value of 45 minus 28 divided by 42. അത് 0.40 ആണ്. പിന്നെ നോക്കേണ്ടത് absolute value of 22 minus 64 divided by 42. That is 1. കാരണം 64 minus 22 ആയിരുന്നല്ലോ 42. So that is 1. പിന്നെ 22 minus 28, 0.148. 64 minus 28 divided by 42, 0.86. അങ്ങനെ ഇതാണ് നമ്മളുടെ dissimilarity matrix for the numeric value. Test 3 യുടെ numeric value. And if you can see, ഈ ഒരു വിധത്തിൽ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ, not using Euclidean distance or anything, when we find it in this way, all values are between 0 and 1. So first rule satisfy I. Okay, എല്ലാ വാല്യൂസിനെയും ഇൻഡിവിജ്വൽ ആട്രിബ്യൂട്ട്സിന്റെ ഡിസിമിലാരിറ്റി മെട്രിക്സ് നമ്മൾ കണ്ടെത്തി. ഓരോ ഡിസ്റ്റൻസും is in the range of 0 to 1. Nothing is less than 0 and nothing is more than 1. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ദ ഡിസിമിലാരിറ്റി ഓഫ് മിക്സ്ഡ് ആട്രിബ്യൂട്ട്സ്. അതിന് യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണല്ലോ. ഓക്കെ, സോ ഒരെണ്ണമാണ് ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡിസ്റ്റൻസ് ഓഫ് 3, 1. ഓക്കെ, 3, 1. ഫസ്റ്റ് എല്ലാത്തിന്റെയും ഡെൽറ്റ വാല്യൂ നമുക്ക് കണ്ടെത്താം. 3ഉം 1ഉം കോഡ് സിയും കോഡ് എയുമാണ്. സോ ഡെൽറ്റ ഇസ് 1. ഗുഡ് ആൻഡ് എക്സലന്റ്, ഡെൽറ്റ ഇസ് 1. 64 and 45, delta is 1. So ഈ particular example എല്ലാ delta valuesഉം 1 ആണ്. Okay, so delta I of j for delta 3, 1 for each attribute is 1. ഇനി നമ്മൾ ഓരോന്നും നോക്കാം. ആദ്യത്തെ distance matrix for 3, 1 ഇവിടെ 1 ആണ്. Okay, check, look at how where my mouse cursor is. ഇത് 1 ആണ്. So we have delta of 3, 1 for the first attribute is 1. So it is 1 into 1. അടുത്തതിൽ 0.5 ആണ് ഡിസ്റ്റൻസ്. So it is 1 into 0.5. അടുത്തതിൽ 0.45 ആണ് ഡിസ്റ്റൻസ്. That is 1 into 0.45. ഇതിനെല്ലാം ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ 3 ഡെൽറ്റ വാല്യൂം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ ഡിവൈഡ് ചെയ്യണം. സോ ഇവിടെ 3ഉം 1 + 1 + 1 ആയതുകൊണ്ട് 3 ആണ്. സോ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഓവർ ഹിയർ 0.65. ഓക്കെ, വി ഗെറ്റ് 0.65. ഈ 0.65 ആണ് D31. ഇതേപോലെ ഇപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഇവിടെ ടേബിൾസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഓരോന്നിന്റെയും കണ്ടെത്തി, യു ക്യാൻ പോസ് ദ വീഡിയോ നൗ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഡിസിമിലാരിറ്റി മെട്രിക്സ് ഫോർ ദ മിക്സ്ഡ് ആട്രിബ്യൂട്ട്സ് മൊത്തത്തിന്റെ. ആൻഡ് once you have done it, I will show you the result. You can check the result. Okay, so dissimilarity for each attribute കണ്ടെത്തിയിട്ട് ഇതാണ് അതിന്റെ ആൻസർ. Check whether you have got the right answer. Okay, നമ്മൾ കണ്ടുപിടിച്ചത് ഈ 0.65 ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതാണോ ആൻസർ കിട്ടുന്നതെന്ന് നോക്കാം. Okay, now let's move on. ഒരെണ്ണം കൂടെ ഉള്ളൂ. I'm going to stop. Cosine similarity. Okay, now നമുക്ക് സിമിലാരിറ്റി കണ്ടെത്തണമെങ്കിൽ ഡേറ്റ സെറ്റ്സ് ഉള്ളത് എപ്പോഴും ടേബിൾ ഫോമാറ്റിൽ നല്ല നീറ്റ് ആയിട്ട് കിട്ടുന്ന സ്ട്രക്ചേർഡ് ഡേറ്റയുടെ ഒന്നും അല്ല. ചിലപ്പം നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് ഡോക്യുമെന്റ്സ് തമ്മിലായിരിക്കും, വാക്കുകൾ തമ്മിലായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷറാണ് കൊസൈൻ സിമിലാരിറ്റി.
It is a measure of similarity that can be used to compare documents or give a ranking of documents with respect to given vectors of query words. ഒരു സെറ്റ് ഓഫ് വേർഡ്സ് വെച്ചിട്ട് ആ രണ്ട് ഡോക്യുമെന്റ് തമ്മിൽ ആ വേർഡ്സ് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയിട്ട് ഈ ഒരു ഡോക്യുമെന്റ് മറ്റേ ഡോക്യുമെന്റ് സെയിം ആണോ, സിമിലർ ആണോ, സെയിം ആണോ എന്നല്ല, സിമിലർ ആണോ എന്ന് കണ്ടെത്തുന്നതിനാണ് കൊസൈൻ സിമിലാരിറ്റി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ കൊസൈൻ സിമിലാരിറ്റിയുടെ ഫോർമുല നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദി ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. So similarity of x comma y is given by x dot y divided by the absolute value of x into the absolute value of y. Absolute value of x എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എല്ലാ attributesന്റെയും Euclidean distance, okay, of the same attributes. So x1 square plus x2 square plus etc. xp square square root. അതുപോലെ തന്നെ y യുടെയും square root of y1 square plus y2 square plus etc. yp square. Okay, എന്നിട്ട് the angle between these two vectors കണ്ടുപിടിക്കാനായിട്ടാണ് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് എക്സും വൈയും എടുത്തിട്ട് അതിന്റെ ആബ്സല്യൂട്ട് വാല്യൂസിനെ മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ തീറ്റ കിട്ടും, ആംഗിൾ കിട്ടും. ഓക്കെ, നൗ സപ്പോസിങ് ദ കൊസൈൻ വാല്യൂ ഈസ് ഈക്വൽ ടു 0, അതിന്റെ അർത്ഥം എന്തുവാ? ആംഗിൾ ഇല്ല എന്ന് വെച്ചാൽ രണ്ടും ഒരേ വെക്ടർ ആണെന്നുള്ളല്ലോ അർത്ഥം. ഒരേ വെക്ടർ ആണെന്നുണ്ടെങ്കിൽ that means that the documents are the same or matching. Sorry, 0 ആണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് സിമിലാരിറ്റി ഇല്ല എന്നാണ് അർത്ഥം. കാരണം ഇവിടെ ഡിസിമിലാരിറ്റി അല്ല കേട്ടോ, ഇവിടെ സിമിലാരിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇഫ് ദ സിമിലാരിറ്റി ഈസ് 0, ഇറ്റ് മീൻസ് ദാറ്റ് there is no relationship between the two documents. ഒട്ടും സിമിലർ അല്ല എന്നാണ് 0 വാല്യൂ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Okay, but if the value is coming closer to 1, അതിന്റെ അർത്ഥം സിമിലാരിറ്റി കൂടിയാണ് വരുന്നത് എന്നാണ് അർത്ഥം. Okay, so let's look at an example. ഇവിടെ രണ്ട് ഡോക്യുമെന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് കുറെ ടേംസ് തന്നിട്ടുണ്ട്. ടീം, കോച്ച്, ഹോക്കി, 2 അല്ല 4 ഡോക്യുമെന്റ്, അതിൽ 2 എണ്ണേ ഞാൻ ചെയ്യുന്നുള്ളൂ. ടീം, കോച്ച്, ഹോക്കി, ബേസ്ബോൾ, സോക്കർ, പെനാൽറ്റി, സ്കോർ, വിൻ, ലോസ്, സീസൺ. ഓക്കെ, ഇതിന്റെ കൊസൈൻ സിമിലാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ആദ്യം എന്തുവാ ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് എക്സ് ഡോട്ട്, ഡോക്യുമെന്റ് 1ഉം ഡോക്യുമെന്റ് 2 ആണല്ലോ, അപ്പം ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റ്, ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. സോ 5 into 3 plus 0 into 0 plus 3 into 2 plus 0 into 0 plus 2 into 1 plus 0 into 1 plus 0 into 0 plus 2 into 1 plus 0 into 0 plus 0 into 1. അതാണ് ഡോട്ട് പ്രോഡക്റ്റ് which gives you 25. അത് കഴിഞ്ഞിട്ട് absolute value of x ഉം absolute value of y ഉം കണ്ടുപിടിക്കുക. We get 6.48 and 4.12. 25 divided by 6.48 into 4.12 is equal to 0.94. അതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? It is document 1 and document 2 are very similar to each other. Similarity is ഏകദേശം 0.94, ഏകദേശം 94% ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. Okay, this is how similarity is found for documents using cosine similarity. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ ആയിട്ട് ചെയ്തു നോക്കുക. ഡോക്യുമെന്റ് 2ഉം 3ഉം ഡോക്യുമെന്റ് 3ഉം 4ഉം അങ്ങനെ കമ്പയർ ചെയ്തൊന്ന് നോക്കുക. ഓക്കെ, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പരിചയം വരാനായിട്ട്. 2, ഇതിലെ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സെയിം. ആദ്യത്തെ 2 എണ്ണം സ്പോർട്സിനെ കുറിച്ചുള്ള ഡോക്യുമെന്റ് ആണെന്ന് ക്ലിയർ ആവും. ഓക്കെ, whether the others are similar, അങ്ങനെയുള്ളത് കണ്ടുപിടിക്കാനായിട്ട്. With this, I am stopping today's class. We will continue in tomorrow with the next topic. If you have any doubts, as usual, please feel free to let me know. I will clear your doubts as much as I can.